ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പെയിന്റിങ് ഒരു കടൽ തീരമാണ്. ഇതിലെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് സന്ധ്യാസമയത്തുള്ള കടൽ തീരമാണ് ഇതിൽ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇതില് നിങ്ങൾക്ക് കാണാൻ പറ്റും വെള്ളവും തിരമാലയും അതിന്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന വൈറ്റ് കളറുള്ള അതിന്റെ പതയും പിന്നെ കുറച്ച് ഡാർക്കായിട്ടുള്ള കരയും സൈഡിലുള്ള തെങ്ങും കുറച്ച് ഡാർക്കായിട്ടുള്ള തെങ്ങും ഒക്കെയാണ്. ആക്ച്വലി ആ ഒരു ഡാർക്കായിട്ടുള്ള തെങ്ങും ഈ വൈറ്റ് തിരയുമാണ് ഇതിന്റെ മെയിൻ അട്രാക്ഷൻ. ഇത് വരക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നിക്കുകൾ ഇതിൽ ഞാൻ ഈ പെയിന്റിങ്ങിൽ പറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്ത് കാണുക. അപ്പോൾ ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കാം. അപ്പം നമ്മൾ സന്ധ്യാസമയത്തുള്ള ഒരു തീരമാണ് ഇന്ന് വരക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനായി ഉപയോഗിച്ചിരിക്കുന്ന കളറുകൾ യെല്ലോ, റെഡ്, അതായത് ക്രിംസൺ, പിന്നെ കുറച്ച് ഗ്രീൻ കളറുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. കുറച്ച് വയലറ്റ്, ബ്ലൂ എന്നീ കളറുകളാണ് മെയിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. വൈറ്റായിട്ട് വരുന്ന ഭാഗങ്ങൾ നമ്മൾ പേപ്പറിൻ്റെ വൈറ്റാണ്, അതിൽ നമ്മൾ കളറുകൾ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഇനീഷ്യലി നമ്മൾ വെറ്റായിട്ട് കുറച്ച് നനച്ച പ്രതലത്തിൽ കളറുകൾ കൊടുക്കുകയാണ്. അതിൽ സ്കൈയും കടലിൻ്റെ ഭാഗങ്ങളും ഒക്കെ വരയ്ക്കുകയാണ്. ഇനീഷ്യലി ഒരു ലൈറ്റായിട്ടുള്ള വാഷ് കൊടുക്കുകയാണ്. അതിൽ കുറച്ച് നമ്മൾ ഈ തിരമാലയുടെ ഈ പതയുള്ള ഭാഗങ്ങൾ മാത്രം ഒന്ന് ഒഴിച്ചു വിടുകയാണ്. സ്കൈക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കളറുകൾ യെലോവും ഒരു റെഡും, അതായത് ക്രിംസൺ റെഡും കൂടി ചേർന്നിട്ടുള്ള ഒരു മിക്സായ കളറാണ്. ഞാൻ അമിതമായിട്ട് ഈ സ്കൈയുടെ കളറുകൾ പരസ്പരം മിക്സ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നില്ല. അത് നനഞ്ഞ പ്രതലത്തിലായിക്കൊണ്ട് തന്നെ അത് പേപ്പറിൽ നിന്ന് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് മിക്സ് ചെയ്യാൻ വിടുകയാണ്. നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം ഓട്ടോമാറ്റിക്കായി ചെയ്യുന്നതിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് കിട്ടില്ല. നമ്മൾ മനഃപൂർവ്വം ബ്രഷ് കൊണ്ട് വരച്ച് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ നമ്മൾ കരയും വരച്ചെടുക്കുകയാണ്. വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു പെയിൻറ്റിങ്ങാണ്. നമ്മൾ ഇനീഷ്യൽ വാഷ് നനഞ്ഞ പ്രതലത്തിലായതുകൊണ്ട് തന്നെ നമ്മൾ വേഗം ചെയ്യണം, അത് ഉണങ്ങുന്നതിന് മുമ്പേ തന്നെ. ഇതിൽ അകലെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന കുറച്ച് ദൂരെ കാണുന്ന കുറച്ച് മരങ്ങൾ ഒരുമിച്ചിട്ട് വരച്ചെടുക്കുകയാണ്. ഇച്ചിരി ഡാർക്കായിട്ടാണ് അത് വരക്കുന്നത്. ഉപയോഗിച്ചിരിക്കുന്ന കളർ വയലറ്റാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ സ്കൈയുടെ കളറ് അത് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം ആ യെലോവും റെഡും ഒക്കെ മിക്സായിട്ട് ഒരു ഓട്ടോമാറ്റിക്കായിട്ടുള്ള ഒരു മിക്സിങ് അവിടെ നടന്നിട്ടുണ്ട് പേപ്പറിൻ്റെ പ്രതലത്തിൽ. ഇത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ കടലിലും കുറച്ച് യെലോയിഷ് റിഫ്ലക്ഷൻ കാണുന്നുണ്ട്. അതാണ് അതിനും യെല്ലോ കളർ കൊടുക്കാൻ കാരണം. പിന്നെ കുറച്ച് അതിൻ്റെ തിരമാലകൾ വരുന്ന ഭാഗത്ത് കുറച്ച് വൈറ്റായിട്ടാണ് ഉള്ളത്. അവിടെ മുഴുവനായും പെയിൻറ്റ് ചെയ്യാതെ അവിടെയും ഇവിടെയും മാത്രം അതിൻ്റെ കുമിളകളൊക്കെ വരുന്ന ഭാഗത്ത് മാത്രം ഇടയ്ക്ക് ഒരു ഡാർക്ക്നെസ് കൊടുത്തിട്ട് ബാക്കി ആ പത വരുന്ന ഭാഗം വൈറ്റാക്കി കാണിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റു പെയിൻറ്റിങ്ങുകളിലൊക്കെ നമുക്ക് ഓയിലിലോ അല്ലെങ്കിൽ അക്രിലിക് പെയിൻറ്റിങ്ങൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് ധൈര്യമായിട്ട് വൈറ്റ് കളർ അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ വാട്ടർ കളറിൽ ഏറ്റവും ഡിഫിക്കൽട്ടി ഉള്ള ഒരു മേഖലയാണ് ഈ വൈറ്റ് കളർ എങ്ങനെ ചെയ്യുക എന്നുള്ളത്. അതാണ് ഇതിൻ്റെ ഈ ചിത്രത്തിൻ്റെ ഒരു ഹൈലൈറ്റും. അപ്പം അതിൽ നമ്മൾ വൈറ്റ് ഒഴിച്ചു വിട്ട് അവിടെ തിരമാലയുടെ ആ പതയെ തോന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. സന്ധ്യാസമയം ആയതുകൊണ്ട് തന്നെ വൈറ്റ് അല്ലാത്ത ഭാഗങ്ങളൊക്കെ ഇച്ചിരി ഡാർക്കായിട്ടാണ് കാണുക. അതുകൊണ്ട് ലേശം ഡാർക്കായിട്ട് കളർ കൊടുക്കുകയാണ്. വയലറ്റ് കളറാണ് കൊടുക്കുന്നത്. ഞാൻ വയലറ്റ് കളർ ഏതൊക്കെ കളർ മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുക എന്നുള്ളത് നേരത്തെ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഫസ്റ്റ് കോട്ടിങ് ഏതാണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ആ തിരയുടെ ഭാഗം ഒന്ന് തിര ആ പൊന്തി വരുന്ന ഭാഗം ഒന്ന് ലേശം ഒന്ന് ഡാർക്കാക്കി കൊടുക്കുകയാണ്. പിന്നെ അത് നിരപ്പായിട്ട് അങ്ങോട്ട് താണു പോവുകയാണ് ചെയ്യുന്നത്. ആ ഒരു ഫീല് വരുത്താൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അത് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ വെള്ളം അതേപോലെ വെറും യൂണിഫോമായിട്ട് യെലോയിഷ് ആയിട്ടല്ല കാണുന്നത്. അതിലെ കുറച്ച് ചെറിയ ഓളങ്ങളും ഒക്കെ കാണിക്കാൻ വേണ്ടി, അതുപോലെ റിഫ്ലക്ഷനൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് റെഡ് കൂടി ആഡ് ചെയ്യുകയാണ്.
പക്ഷേ മെയിൻ തിരയുള്ള അടുത്തുള്ള അത്ര ഈ ഡാർക്ക്നെസ് അവിടെ കാണിക്കേണ്ട ആവശ്യമില്ല. അവിടെ തിര കുറഞ്ഞ ഭാഗമായതുകൊണ്ട് തന്നെ, തിരമാല കുറഞ്ഞ ഭാഗമായതുകൊണ്ട് തന്നെ നമുക്കൊരു ഇടയ്ക്കൊക്കെ കുറച്ച് ഓളങ്ങൾ ഉണ്ടാക്കി കാണിച്ചാൽ മതി. അതിനുവേണ്ടി യെലോയുടെ തന്നെ കുറച്ച് ഡാർക്കായിട്ടുള്ള കളറായ റെഡോ അല്ലെങ്കിൽ ക്രിംസണോ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇനി ഇതിൽ പിന്നെ ഇടയ്ക്കൊക്കെ കുറച്ചുകൂടി ഡാർക്കർ കളർ അപ്ലൈ ചെയ്യുന്നതിൽ തെറ്റില്ല. കൂടുതൽ ഡാർക്കാക്കാൻ വേണ്ടിയിട്ട് അല്പം വയലറ്റ് കൂടി അതിൽ ആഡ് ചെയ്യുകയാണ്. ഇപ്പോൾ തന്നെ ഇതിനൊരു കടൽ തീരത്തിൻ്റെ അപ്പിയറൻസ് വന്നിട്ടുണ്ട്. ആ കരയുടെ ഭാഗവും നമ്മൾ അല്പം ഡാർക്കാക്കി കൊടുക്കണം. ഇനി തെങ്ങ് വരയ്ക്കുകയാണ്. സന്ധ്യാസമയത്തുള്ള തെങ്ങായതുകൊണ്ട് തന്നെ അതിനധികം ഡീറ്റെയിൽസ് ആയിട്ട് വരയ്ക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ഡാർക്കായിട്ടാണ് ആ തെങ്ങുകൾ കാണുക. സൂര്യൻ വെളിച്ചം കുറഞ്ഞതും അതുപോലെ തന്നെ പിറകിലുമായതുകൊണ്ട് തന്നെ അത്ര ക്ലിയറായിട്ട് കളറുകൾ കാണണമെന്നില്ല. അല്പം ഡാർക്കാക്കി വരച്ചാൽ മതി. തെങ്ങിൻ്റെ ഓലകൾ വരയ്ക്കുകയാണ്. കുറച്ചുകൂടി ഡാർക്ക് കളർ അപ്ലൈ ചെയ്യുകയാണ്. ഇവിടെ ഞാൻ ഡാർക്ക് കളർ അപ്ലൈ ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത് കുറച്ച് ഗ്രീനും വയലറ്റും ചേർന്ന കളറാണ്. ഓലകൾ അങ്ങനെ അൾട്രാ ഡെഫിനിഷനാക്കി വരക്കണമെന്നില്ല. വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഒരു യൂണിഫോമായിട്ട് ഓലകൾ വരച്ചാൽ മതി. അതിൻ്റെ ഇതളുകൾ വ്യത്യസ്തമായി കാണിക്കാതെ തന്നെ വരച്ചാലും മതി. പക്ഷേ ഞാനിതിൽ കുറച്ചൊക്കെ അതിൻ്റെ ഓല കണ്ണികൾ വരക്കാൻ ഇതിൽ ശ്രമിച്ചിട്ടുണ്ട്. ഇത് ഒരു സന്ധ്യാസമയത്തെ കാഴ്ചയാണ്, കടൽത്തീരത്തുള്ള കാഴ്ചയാണ്. ഞാൻ വരച്ചിരിക്കുന്നത് 300 GSM കോൾഡ് പ്രസ് പേപ്പറിലാണ്. അതുപോലെ camel ആർട്ടിസ്റ്റ് വാട്ടർ കളറാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അല്പം യെല്ലോ ഓലയുടെ അടുത്തും ആ മരത്തിൻ്റെ അടുത്തൊക്കെ ആഡ് ചെയ്യുകയാണ്. പിന്നെയുള്ളത് ആ തിരമാലകൾക്ക് അല്പം കൂടി ഡെഫിനിഷൻ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. കുറച്ചുകൂടി ആ തിരമാലയുടെ ബബിൾസ് ഇല്ലാത്ത ഏരിയകളിൽ അല്പം കൂടി ഡാർക്ക് ആഡ് ചെയ്തുകൊണ്ട് കൊടുക്കുകയാണ്. ഇതിലുള്ള ടെക്നിക്ക്, ആ വൈറ്റ് ഒഴിച്ചു വിടുന്നതിലുള്ള ടെക്നിക്കുകൾ നമ്മൾ ചെയ്ത് തന്നെ ശീലമാവണം. ഡയറക്റ്റ് നമ്മളിങ്ങനെ ഇടയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു അപ്പിയറൻസ് വരില്ല. നമ്മളത് നമ്മുടെ പ്രാക്ടീസിൽ നിന്ന് ചെയ്ത് എടുക്കേണ്ടതാണ്. ഒരുപാട് പ്രാക്ടീസ് ചെയ്താൽ തന്നെ നമുക്കത് സാധിക്കുകയുള്ളൂ. ഈ പെയിൻറ്റിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ പെയിൻറ്റിങ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക് ആൻഡ് കമൻറ്റ്.